ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. ഞാൻ ട്രെയിനിൽ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. കാരണം യാത്രകൾ എന്നെ സംബന്ധിച്ച് ഒരു ബ്രേക്കായിട്ടാണ് ഞാൻ കരുതുന്നത്. എവിടെയെങ്കിലും പോകണമെങ്കിൽ തലേ ദിവസം പോകും. അപ്പോൾ കുറച്ച് ട്രെയിൻ വൈകിയാലും പ്രശ്നമില്ല. അതുമാത്രമല്ല, യാത്രയുടെ സമയം ഞാനൊരു നോ ആക്ടിവിറ്റി ടൈമായിട്ട് കരുതുന്ന കൂട്ടത്തിലാണ്. പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് ചെയ്യാനില്ല. അപ്പോൾ ഞാൻ ചില ജോലികളൊക്കെ എടുത്തു വെക്കോട്ടെ ആ സമയത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ട്രെയിൻ ലേറ്റായി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നില്ല. കാരണം ജോലികൾ ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ പുസ്തകം വായിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് റൂമിൽ ചെന്നിരുന്ന് വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, തിരുവനന്തപുരത്തേക്ക് പോകുന്ന വേറൊരു ട്രെയിൻ സ്റ്റേഷനിൽ ഉടനെ എത്തുന്നതാണ്, ഒരു ട്രെയിൻ വൈകി ഓടുന്നതാണ്. ഞാൻ എന്തായാലും ആ ട്രെയിനിൽ കയറി പോകാൻ തീരുമാനിച്ചു. ട്രെയിനിൽ കയറിയിരുന്നു. അപ്പോൾ ബോഗിയിലുള്ള യാത്രക്കാരെല്ലാം ഡിസ്കഷനിലാണ്. അതിലൊരാൾ പറഞ്ഞു, എന്തായാലും ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു 10 മണിയെങ്കിലും. അപ്പോൾ വേറെ ചില ആളുകളോ, അയ്യോ 10 മണിയായാൽ ഞങ്ങളുടെ ബസ് പോകും, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ കയറിയ സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 7 മണിക്ക് മുമ്പായിട്ട് ട്രെയിൻ അവിടെ എത്തും. അപ്പോൾ വൈകി എത്തും എന്നുള്ളതിന് തെളിവൊന്നുമില്ല. എന്നാലും അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഈ ട്രെയിൻ എന്തായാലും വൈകി എത്തുള്ളൂ. നമ്മൾ അങ്ങനെയാണല്ലേ, വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും അങ്ങനെ ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസികാവസ്ഥകളിൽ എത്തുകയും ചെയ്യും. അന്ന് എന്തായാലും ട്രെയിൻ 7 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, അതിനെക്കുറിച്ച് ഇത്ര നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ്? ചിന്തിക്കുക മാത്രമല്ല, അതെല്ലാവരോടും സംസാരിച്ച് കൂടെയുള്ള ആളുകളെയും കൂടി കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രവണത, ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ? അതിനെന്താണ് മാർഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റിവിറ്റിയെ തോൽപ്പിക്കാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ടൂള് നമ്മുടെ കയ്യിലുണ്ട്. അത് പോസിറ്റിവിറ്റിയാണ്. എന്ന് വെച്ച് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചില ശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ നെഗറ്റിവിറ്റി എപ്പോഴും കണ്ടെത്തുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം മാറ്റി കഴിയുന്നത് നമുക്ക് പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കരുത്, അതുണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് വേണ്ടത് ജാഗ്രത, അതെങ്ങനെ സോൾവ് ചെയ്യാം, ആക്ഷൻ, അതൊക്കെയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കുകയും ഉന്മേഷം നിറയ്ക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മളത് കാണാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളെ ഇങ്ങനെ പോസിറ്റീവാക്കാൻ നമ്മുടെ ലൈഫിൽ ഉള്ള ചില സംവിധാനങ്ങൾ, പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി തന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഏതായാലും പോസിറ്റിവിറ്റി ഒരു ചലഞ്ചാണ്. ആ ഒരു ശീലം നമുക്ക് തീർച്ചയായിട്ടും വളർത്തിയെടുത്തേ മതിയാവൂ. അപ്പം നമ്മളെ പോസിറ്റീവാക്കാൻ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 7 കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന അമൂല്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരം, മനസ്സ്. ഇത്രയും അത്ഭുതകരമായൊരു സിസ്റ്റം ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. പിന്നെ നമ്മുടെ ജീവൻ്റെ ആധാരമായ ഓക്സിജൻ, വായു, ഇത് ഫ്രീ അല്ലേ? സൂര്യപ്രകാശം, ഏറ്റവും വലിയൊരു ആൻറ്റി ഡിപ്രസൻ്റാണ് സൂര്യപ്രകാശം. നമ്മളെ എനർജൈസ് ചെയ്യുന്ന, ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ് സൂര്യപ്രകാശം. ഇതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. സമയം എത്രയോ അമൂല്യമാണ്. ഈ സമയവും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. യൂണിഫോമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു റിസോഴ്സാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണെന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്, അതിനൊന്നും ലിമിറ്റില്ല. അപ്പോൾ ഒരു കമ്പാരിസൻ്റെ ആവശ്യം തന്നെ നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ എത്ര കണ്ട് കഷ്ടപ്പെട്ടാലും നമ്മുടെ കപ്പാസിറ്റിയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. എത്രയോ വലിയ അനുഗ്രഹമാണല്ലേ. പിന്നെ നമ്മുടെ സ്കിൽസിനൊരു പ്രത്യേകതയുണ്ട്, അത് ഉപയോഗിക്കുന്തോറും ഷാർപ്പൻഡായിട്ട് വരും. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒന്നാണല്ലേ ബോർഡം. പലരും പരാതി പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ജീവിതത്തിൽ നീ ബോറടിക്കണ്ട എന്ന രീതിയിലാണ് പ്രകൃതി ജീവിതം ഒരുക്കി തന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അത് വളരെ ചലഞ്ചിങ് ആണ്. വെറുതെ ആരും കൊണ്ടുവന്ന് തരില്ല. അപ്പം നമുക്കിങ്ങനെ പൊരുതിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ബോറടി ഉണ്ടാവില്ലല്ലോ.
നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കളർഫുള്ളാക്കുന്ന ഒന്നാണല്ലേ നമ്മൾ ഇമോഷണൽ ആണെന്നുള്ളത്. ഇമോഷൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്, അതേസമയം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിന് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും നമുക്കുണ്ട്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതിമനോഹരമായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് നമ്മുടെ ചോയ്സ് ആണെന്നുള്ളതും എത്രയോ അത്ഭുതകരമായ സംവിധാനമാണ്. അഞ്ചാമത്തെ കാര്യം, ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ട്. അതൊരു വലിയ ഭാഗ്യമല്ലേ? കാരണം ഈ മനുഷ്യരുമായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. അതിൽ നമ്മളെ പരിഗണിക്കുന്ന ആളുകളുണ്ട്, പരിഗണിക്കാത്ത ആളുകളുണ്ട്. അവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തണം. ചില ബന്ധങ്ങൾ നമുക്ക് വേണ്ടാന്നൊന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ ചിലരെ കൂടുതൽ ചേർത്ത് നിർത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പം നമ്മളുമായിട്ട് യോജിച്ചു പോകുന്ന ആളുകളെ ചേർത്ത് നിർത്തി കഴിവുകൾ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രതിഭാസം, അതിനെ സിനർജി എന്ന് പറയും. നമ്മളെല്ലാവരും ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. ഇത് ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു സംവിധാനമാണ്. അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ചിന്തിക്കണം. ആറാമത്തെ കാര്യം, അത് ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ബീച്ചിലേക്കൊന്ന് പോയി നോക്കൂ, എത്ര മനോഹരമായൊരു കാഴ്ചയാണല്ലേ. നീലാകാശം, പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ട്. എന്ത് രസമാണെന്നോ അവിടെ ചെന്ന് നിന്നാൽ. ഞാൻ പണ്ട് പ്രിൻസിപ്പലായിരുന്നപ്പോൾ വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചുറ്റുപാടുമുള്ള പ്രകൃതി തരുന്ന ഒരു റിലാക്സേഷൻ, ഒരു സന്തോഷം വളരെ വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രകൃതി നമുക്ക് വേണ്ടി അത്ഭുതകരമായ കാഴ്ചകൾ ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. പണം മുടക്കാതെ ആസ്വദിക്കാവുന്ന ഇത്രയധികം മനോഹരങ്ങളായ കാഴ്ചകൾ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമില്ല എന്ന് പലരും പരാതി പറയാറുണ്ടെങ്കിലും ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതിലപ്പുറം ഒരു സ്വാതന്ത്ര്യമില്ല. അവിടെ ആർക്കും കയറി ഇടപെടാനും പറ്റില്ല. സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കൺട്രോളിലല്ല, പക്ഷേ നമ്മുടെ റെസ്പോൺസ് നമ്മുടെ കൺട്രോളിലാണ്. അതും വലിയൊരു ഭാഗ്യമല്ലേ? അപ്പോൾ ആ റെസ്പോൺസ് തിരഞ്ഞെടുക്കാനുള്ള ചിന്താശക്തി നമ്മളിലുണ്ട്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ ഇത്രയും കാര്യങ്ങൾ പോരെ? ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.